PM മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് CPM-ന്റെ അന്തക വിത്താണ്. ഈ വിത്ത് മുളച്ചാൽ ഇപ്പം തന്നെ മുളച്ച് പോയിക്കുന്നു, നീ പറഞ്ഞിട്ട് കാര്യമില്ല. CPM-ന്റെ അന്ത്യം നിങ്ങൾ എഴുതി വെച്ചതിന് അങ്ങപ്പുറത്തേക്കില്ല. ഞാൻ വളരെ വളരെ എളിമയോടെ, വളരെ സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയാ ഈ പറയുന്ന CPM അനുഭാവികളോട്, സത്യസന്ധരായ അനുഭാവികളോട് പറയാണ്, ഇനിയെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയണം. എന്തിനാണ് ഈ കള്ളന്മാരുടെ കൂടെ അങ്ങനെ നിൽക്കുന്നത്? പാർട്ടി വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. CPM എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെതായ മൂല്യമുള്ള പാർട്ടി തന്നെയാണ്. പക്ഷെ ഈ കള്ളന്മാരെ, കാട്ടുകള്ളന്മാരെ എന്തിനാ നിങ്ങളിങ്ങനെ ഈ അലക്കി വെളുപ്പിക്കുന്നത്? എന്തിന്? റിയാസ് ചോദിക്കുന്നു, വീണ എന്ത് തെറ്റാണ് ചെയ്തത്? അവര് വാങ്ങിയ ഈ പറയുന്ന പൈസക്ക്, ഏത് പൈസയാണ്? 2.78 കോടി എന്നാണ് പറയുന്നത്. വീണ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പൈസക്ക് അത് ബാങ്കിലൂടെ ആണല്ലോ, അതിന് നികുതി അടച്ചിട്ടുണ്ടല്ലോ. പഴകി പൊളിച്ച ന്യായീകരണങ്ങൾ അല്ലേ? എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? നികുതി അടച്ചല്ലോ, ബാങ്കിലൂടെ ആണല്ലോ. നികുതി അടച്ചാലും ബാങ്കിലൂടെ ആണെങ്കിലും ഇത് ഒരു സേവനവും കൊടുക്കാതെ പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം താൻ വീണയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തതാണെന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് റിയാസിന് അറിയാനിട്ടാണോ? കരിമണൽ കർത്ത തന്നെയാണ് പറഞ്ഞത്. ആരോട് പറഞ്ഞത്? SFIOക്ക് മൊഴി കൊടുത്തത്. താൻ വീണ വിജയന് ഈ പൈസ മുഴുവനും കൊടുത്തത് പിണറായി വിജയനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പിണറായി വിജയനോട് കരിമണൽ കർത്താക്ക് എന്തിനാണ് ഇഷ്ടം? കരിമണൽ കർത്തായുടെ കുഞ്ഞമ്മന്റെ മോനാണോ പിണറായി വിജയൻ? അല്ലല്ലോ. ആ ഇഷ്ടത്തിന് കാരണം കരിമണൽ കർത്താക്ക് കമ്പനി നടത്താൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ പിണറായി വിജയന് നേരിട്ട് പിണറായി വിജയന് കൊടുത്ത കോടികളുടെ കണക്ക് അവിടെ കിടക്കുന്നുണ്ട്, അതവിടെ കിടക്കട്ടെ. അതല്ലാതെ ഇങ്ങനെ ഒരു വഴിക്ക്, അത് തട്ടിപ്പിന്റെ പുതിയ മാർഗങ്ങളാണ്. അത് റിയാസിന് അറിയാനിട്ടൊന്നുമില്ല. തട്ടിപ്പിന്റെ പുതിയ മാർഗങ്ങളാണ്. GST അടയ്ക്കുക, ബാങ്ക് വഴിയാക്കുക. ആരെയും ചോദിച്ചാൽ GST അടച്ചു, ബാങ്ക് വഴിയാണ്. അതിലെന്താ? പക്ഷെ ഈ പൈസ വെറുതെ വീണയുടെ അക്കൗണ്ടിലേക്ക് വരുമോ? വീണ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു സേവനവും ഞാൻ നൽകിയിട്ടില്ല എന്ന് വീണ തന്നെ പറഞ്ഞതാണ്. വീണ തന്നെ മൊഴി നൽകിയതാണ് SFIOക്ക്, താൻ ഒരു സേവനവും നൽകിയിട്ടില്ല. അപ്പൊ റിയാസ് ഇപ്പോഴും, ഞാനതാ പറഞ്ഞത്, ഇവന് ഒരു അത്യാവശ്യം ബോധമുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ പറയും, നികുതി അടച്ചതാണല്ലോ. ഇതൊക്കെ എന്താ പറയാ, നമ്മുടെ ഈ ചാനലുകൾ തോറും ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് ന്യായീകരിച്ച് ഇവര് എന്താ പറയാ, നാണം കെട്ട് ഇവരെ ഓടിപ്പിച്ച് വിടുന്നതാണ് എതിർ പാനലിലുള്ള ആൾക്കാർ. എന്നിട്ടും ഇവൻ വന്ന് പറയാണ്, ഉളുപ്പില്ലാതെ പറയാണ്, അതിന് GST അടച്ചിട്ടുണ്ടല്ലോ, ബാങ്ക് വഴിയാണല്ലോ. എടോ റിയാസേ, തന്റെ ഭാര്യ തന്നെ അല്ലടോ മൊഴി കൊടുത്തത്, ഞാൻ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന്. പിന്നെ എന്തിനാ കരിമണൽ കർത്ത കൊടുത്തത്? ഇതെല്ലാവർക്കും അറിഞ്ഞൂടെ? പിണറായി വിജയന് വേണ്ടി കൊടുത്തതല്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ പിണറായി വിജയൻ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചോദിച്ചു വാങ്ങിയത്, അല്ലെങ്കിൽ എടുത്തത്, ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ല, എടുത്തത് തന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അങ്ങനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും അത് KK ശൈലജയുടെ കയ്യിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ആരോഗ്യമന്ത്രിയുടെ കയ്യിലാണെങ്കിലും നേരത്തെ മറ്റു മന്ത്രിമാരുടെ കയ്യിലാണെങ്കിലും പിണറായിക്ക് പ്രശ്നമൊന്നുമില്ല. പിണറായി അതിൽ ഇടപെടും. കാരണം അക്കാലങ്ങളിലൊന്നും, പിണറായി ഭരിച്ചിരുന്ന കാലങ്ങളിലൊന്നും, പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മറ്റു മന്ത്രിമാർക്കൊന്നും വോയിസ് ഉണ്ടായിരുന്നില്ല. പിണറായി മാത്രം അങ്ങനെയായിരുന്നു കഴിഞ്ഞ 25 വർഷം, 10 വർഷത്തെ ഈ ഭരണകാലവും അതിന് 15 വർഷത്തെ സെക്രട്ടറി ആയിരുന്ന കാലവും പിണറായി ആയിരുന്നു പാർട്ടി. അതിനങ്ങപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൻ പറഞ്ഞത് എന്താ? ഇവൻ അതിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടോ, അതായത് ഭരണസ്വാധീനം ഉപയോഗിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കുറ്റം പറയാമായിരുന്നു. എന്താണ്? വീണ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുകയും ആ കമ്പനി ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് തുടങ്ങിയത് എങ്കിലും, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഭരണസ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആരോപിക്കാം എന്ന് റിയാസ് പറഞ്ഞിരുന്നു. എടോ റിയാസേ, ഭരണസ്വാധീനം ഇല്ലായിരുന്നടോ. ആ
വീണയുടെ കമ്പനിയുടെ അഡ്രസ് ഏതാ? AKG സെന്റർ അല്ലേ? അത് ഭരണസ്വാധീനല്ലേ? അച്ഛൻ, മുഖ്യമന്ത്രിയായ അച്ഛന്റെ കയ്യിലാണ് IT വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, പരിസ്ഥിതി നിയന്ത്രണം, IT വകുപ്പ് എല്ലാം ഈ അച്ഛന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള ഈ വകുപ്പുകളുടെ ഒക്കെ സർവാധികാരിയായ അച്ഛൻ, ആ അച്ഛൻ അനുവദിച്ചാൽ മാത്രം പ്രവർത്തിക്കാൻ സാധ്യതയുള്ള കരിമണൽ കർത്തായുടെ ഈ കമ്പനി, ആ കമ്പനിയുമായി ഒരു ഇടപാട് നടത്താൻ മുഖ്യമന്ത്രിയെ മോൾ എന്ന രീതിയിൽ വീണ ശ്രമിച്ചെങ്കിൽ അത് ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടല്ലോ. വേറെ നാട്ടിൽ വേറെ കമ്പനി ഒന്നും ഇല്ലയോ വീണക്ക് ഇടപാട് നടത്താൻ? ഈ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് കരിമണൽ കർത്തായുടെ ഭാര്യയിൽ നിന്നല്ലേ 50 ലക്ഷം വാങ്ങിയത്? അതിനും തെളിവുണ്ടല്ലോ. അപ്പൊ അതും പൊട്ടി. പിന്നെ റിയാസ് എന്താ പറഞ്ഞത്? പിന്നെ റിയാസ് പറഞ്ഞു, ഈ വീണ വിജയൻ ഏറ്റവും വലിയ ഐ ടി കൊണസ്ട്രാളാണ്, വലിയൊരു സ്ഥാപനത്തിന്റെ തലപ്പത്താണ്. ഏത് സ്ഥാപനാടോ റിയാസെ? ആരോടാടോ പറയുന്നത്? രവി പിള്ളന്റെ സ്ഥാപനല്ലേ? ആ സ്ഥാപനത്തിലെ CEO എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റ്. അത് 3ാം ക്ലാസ്സില് ബിടെക് ബിരുദം, 3ാം ക്ലാസ് ബിടെക് ബിരുദവുമായി വരുന്ന ഒരു ഫ്രഷറായ തന്റെ 2ാം ഭാര്യക്ക് CEO ആയിട്ട് ലക്ഷക്കണക്കിന് ശമ്പളവും ബംഗളൂരിലെ ആഡംബര വസതിയും ഒക്കെ കൊടുക്കാൻ രവി പിള്ള തയ്യാറായത് തന്റെ ഭാര്യയുടെ മികവ് കണ്ടിട്ടാണോ? IT മേഖലയിലെ മികവ് കണ്ടിട്ടാണോ? അല്ലോ. ആരുമായി ബന്ധം? കാരണഭൂതവുമായുള്ള ബന്ധം. അങ്ങനെ താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരം. അത്യാവശ്യം ഉളുപ്പുണ്ടെങ്കിൽ താൻ മിണ്ടാതിരിക്കണം. തനിക്ക് ഉളുപ്പില്ല, തനിക്ക് ബോധവുമില്ല, വിവരവുമില്ല. താനാണ് അന്തകൻ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകൻ എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ NV ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് നേരത്തെ CPMന്റെ സഹയാത്രികൻ മാത്രമല്ല, അതിൽ ആ പാർട്ടിയിൽ അണിചേർന്നുകൊണ്ട് പാർട്ടിയിലെ പ്രമുഖ എന്താ പറയാ പദവികളിലൊക്കെ ഇരുന്നിരുന്ന NV ബാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ, കോഴിക്കോടിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, ഇപ്പം കോഴിക്കോടിന്റെ നേതാവാണല്ലോ അല്ലേ? കോഴിക്കോട് എന്ന് പറയുന്ന പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്ന ഈ കോഴിക്കോട് ജില്ല, ഈ ജില്ലയിൽ പാർട്ടിയെ ഈ വിധം തകർത്തത് റിയാസ് എന്ന് പറയുന്ന ഒറ്റാളാണ്. CPM എന്ന് പറഞ്ഞാൽ എന്താ പറയാ, തൊഴിലാളികളുടെ പാർട്ടി, കർഷകരുടെ പാർട്ടി, അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി അല്ലേ? പക്ഷേ റിയാസിന്റെ കൂട്ടുകാരാണ്? റിയാസിന്റെ കൂടെ നടക്കുന്നവരാരാണ്? ഇവിടത്തെ കള്ളപ്പണക്കാർ, ഇവിടത്തെ ഇത്തരത്തിൽപ്പെട്ട ഏറ്റവും വലിയ വ്യവസായികൾ, ഏറ്റവും വലിയ അധോലോക രാജാക്കന്മാർ, ഇവരൊക്കെയാണ് കൂട്ടുകെട്ട്. ഇപ്പം റിയാസിന്റെ ഒരു സുഹൃത്തായ എന്താ അയാളുടെ പേര്, നിഖിൽ അല്ലെ? നിഖിൽ എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിംഗ് മുതലാളിയുടെ വീടും സ്ഥാപനമൊക്കെയാണ് അത്രേ റെയ്ഡ് ചെയ്തത്. ഇയാള് കോടികളുടെ ആസ്തി. ഇതെവിടുന്നായി കോടികളുടെ ആസ്തി? ഈ കോടികളുടെ ആസ്തിയുള്ള ആളാണ് CPM ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത്. കോഴിക്കോട്ടെ CPMന്റെ നേതാക്കന്മാരൊക്കെ കോടികളുടെ ആസ്തിയുള്ള ആൾക്കാർ. CPMന്റെ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി മെഹബൂബ്, എത്ര മഹാരഥന്മാരിരുന്ന, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് കേളുവേട്ടനാണ് ജില്ലാ സെക്രട്ടറി. അങ്ങനെ സംശുദ്ധരായ നേതാക്കൾ ഇരുന്ന കസേരയിൽ ഇന്ന് ഇരിക്കുന്നത് മെഹബൂബ്. ഞാൻ അയാളുടെ വീരകഥകളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ KK രാഗേഷിനെക്കാളും മെച്ചപ്പെട്ട ഒരാളാണ് മെഹബൂബ് എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല കേട്ടോ. KK രാഗേഷ് എന്താ പറയാ, CPMന്റെ കോട്ടയായ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ അല്ലെ? കണ്ണൂരിൽ പാർട്ടിയെ, കോഴിക്കോടിനെ കടങ്ങപ്പുറം കണ്ണൂരിലെ പാർട്ടിയെ നശിപ്പിച്ച് നാറാണ് കല്ല് കണ്ട ആ ഒരവസ്ഥയിലെത്തിച്ച KK രാഗേഷ് ഇപ്പോഴും സർവാധികാരിയായി വിളങ്ങുകയാണ്. അതൊക്കെ നിൽക്കട്ടെ, ഞാൻ റിയാസിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ ബേപ്പൂരിൽ നിന്ന് റിയാസ് ജയിച്ചു കയറി അല്ലെ? കോഴിക്കോട്ട് മറ്റെല്ലാ മണ്ഡലങ്ങളിലും CPMകാര് പരാജയപ്പെട്ടപ്പോഴും ബേപ്പൂരിൽ നിന്ന് റിയാസ് ജയിച്ചു. അതിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ട് ജയിച്ചു. പഴയ എന്ന് പറഞ്ഞാൽ മുമ്പ് കിട്ടിയ വോട്ടിന്റെ 3 ഭാഗം പോലും കിട്ടിയില്ല ഭൂരിപക്ഷം. പക്ഷേ എതിർ സ്ഥാനാർത്ഥി
പലർക്കും വിയോജിപ്പുള്ള ആളായിരുന്നു. മാത്രവുമല്ല റിയാസിന് വേണ്ടി വേറെ പലതരത്തിലുള്ള ഉപജാപങ്ങളും ആ മണ്ഡലത്തിൽ നടന്നിരുന്നു. ആവുന്നത്ര വർഗീയത കുത്തിപ്പൊക്കിയിരുന്നു. അങ്ങനെ അങ്ങനെ റിയാസ് ജയിച്ചു. പോട്ടെ, ജയിച്ചു. എന്താ പറയാ, ജനങ്ങൾ നൽകിയ അംഗീകാരമല്ലേ, അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി CPM-നെ ഇത്രത്തോളം നശിപ്പിച്ചത് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ എല്ലാ തോന്നിയാസങ്ങൾക്കും ഒരു പരിധി വരെ, ഏറ്റവും അവസാന കാലത്ത് അല്ലെ, പിണറായി അവസാന കാലത്ത് ചെയ്തു കൂട്ടിയ എല്ലാ തോന്നിയാസങ്ങൾക്കും ഒരു പരിധി വരെ കാരണക്കാരൻ റിയാസാണ്. കാരണം തന്റെ കൂടെ ഏറ്റവും വലിയ ഒരു മാഫിയ കിങ് തന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ധൈര്യം വരും. കാരണം എല്ലാം ഏറ്റുവാങ്ങാൻ, അല്ലെങ്കിൽ എല്ലാറ്റിനെയും പ്രതിരോധിക്കാൻ, എല്ലാറ്റിനെയും തടുക്കാൻ, ഏത് തണ്ടിത്തരവും ഏത് തെമ്മാടിത്തവും ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യം പിണറായിയെ ഈ ഒരു ധൈര്യമായിരിക്കാം. മരുവൻ എന്ന് പറയുന്ന ധൈര്യമായിരിക്കാം. ഞാനിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, ഞാൻ എന്റെ ബോധ്യങ്ങളിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. അതായത് സെപ്റ്റംബർ 17, 2015 10:15 PM ആ സമയത്ത് ജന്മഭൂമി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തയാണ് പീഡനം. DYFI നേതാവ് മുഹമ്മദ് റിയാസിനെതിരെ ഭാര്യയുടെ പരാതി. ഇപ്പോഴും കിടക്കുന്നുണ്ട് റിയാസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അതായത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യ ഡോക്ടർ സമീഹ, അവര് SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഡോക്ടർ സമീഹ തന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെതിരെ കോഴിക്കോട് കുടുംബ കോടതിയിൽ നൽകിയ പരാതിയെക്കുറിച്ചുള്ള ജന്മഭൂമി ഓൺലൈനിൽ വന്ന റിപ്പോർട്ടാണ്. റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചിരിക്കുന്നത്. 2004 മുതലാണ് പ്രധാനമായും മർദ്ദനം ആരംഭിച്ചത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഭാര്യയെ മർദ്ദിച്ച കഥകളാണ് പറയുന്നത്, നമ്മളാരും പറഞ്ഞതല്ല. ആ ഭാര്യ തന്നെ കുടുംബ കോടതിയിൽ നൽകിയ പരാതിയാണ്. ആ പരാതി പിന്നീട് ഒത്തുതീർന്നു. റിയാസ് അതിനുള്ള നഷ്ടപരിഹാരം മാസാമാസം ഒരു നിശ്ചിത തുക കൊടുക്കാന്നൊക്കെ പറഞ്ഞത് അത് ഒത്തുതീർന്ന ഒരു സംഭവം വേറെ ഉണ്ട്. അതോടെ കിടക്കട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ. ഞാൻ റിയാസിനെ വാഴ്ത്തുന്ന, റിയാസ് എന്തോ മഹാസംഭവമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാണ്, റിയാസിന്റെ ഒരു പഴയ റിയാസിനെ കുറിച്ച് ഓർമ്മ വേണേ. ഇയാള് ജനിച്ചു വീണപ്പം തന്നെ ക്ലിഫ് ഹൗസിലേക്കല്ല ജനിച്ചു വീണത്. അതായത് കാരണഭൂതത്തിന്റെ മോളുടെ ഭർത്താവായിട്ടല്ല പിറന്നു വീണത്. റിയാസിനൊരു പഴയ ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട ചരിത്രമാണ്. നാറ്റക്കഥകളാണ്. ഇവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ 3 മാസമായിട്ട് കേരളത്തിൽ നാറ്റമാണെന്ന്. ഇവന് നാറ്റടിക്കും. കാരണം ഇവൻ പിറന്നു വീണപ്പോഴേ ഇവന് നാറ്റമടിക്കുന്നുണ്ട്. ആ നാറ്റം വരുന്നത് ഇവന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. ഇവന്റെ ദണ്ഡിത്തരം. കാരണം സ്വന്തം ഭാര്യയോട് ഇവൻ ചെയ്ത ക്രൂരതകൾ, ആ ഭാര്യ തന്നെയാണ് SFI സംസ്ഥാന കമ്മിറ്റി അംഗമായ ഡോക്ടർ സമീഹ തന്നെ കുടുംബ കോടതിയിൽ പറയുകയാണ്. എന്തൊക്കെയാണെന്നറിയോ? 1-2 കാര്യങ്ങൾ മാത്രം പറയാം. മുഴുവൻ പറയാൻ സമയമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ഏറ്റവും പ്രധാനം. ഇടയ്ക്കിടയ്ക്ക് ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. ഇങ്ങനെ ചുമരിൽ ചാരി നിർത്തിയിട്ടാണ് ഇവന്റെ മർദ്ദനം. കാരണം ചുമരിൽ ചാരി നിർത്താതെ മർദ്ദിച്ചാൽ വീണ് തലമുട്ടും. അതുകൊണ്ട് താഴെ വീഴാതിരിക്കാൻ ചുമരിന്റെ മേലെ ചാരി നിർത്തിയിട്ട് മർദ്ദിക്കുക. ആലോചിക്കുക, ഇയാൾ ചെയ്ത സ്ത്രീ പീഡനം. ഇപ്പൊ ഇയാൾ വലിയ സ്ത്രീ സംരക്ഷകനാണ്. അങ്ങനെ മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു. നോക്കണം ക്രൂരത, ഇയാളുടെ ക്രൂരത. കൂടാതെ സ്വർണം മുഴുവൻ കൈക്കലാക്കി. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. പീഡനം നിത്യസംഭവമായതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി. ഇങ്ങനെ പോകുന്നു ആ വാർത്ത. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ജന്മഭൂമിയിലെ വാർത്തയാണ്. ആ ഡേറ്റ് മനസ്സിലായാലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതായത് ആ ഡേറ്റ് ഓർമ്മിച്ചോ? എപ്പോഴാണ്? സെപ്റ്റംബർ 17, 2015 അപ്ലോഡ് ചെയ്ത വാർത്തയാണ്. ഇത് മാത്രമല്ല, ഇനി ഇതേപോലെ വേറെയുമുണ്ട്.
ഇത് വെറും ഇനിയിപ്പോ ജന്മഭൂമി റിയാസിനോടുള്ള, അതായത് BJP CPM-ലുള്ള വിരോധം കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. ഇന്ത്യ ടുഡേയുടെ ഓൺലൈനിൽ ഇപ്പോഴും കിടക്കുന്നു. റിയാസിനെതിരായ മുൻ ഗാർഹിക പീഡന പരാതി അലക്കി വെളുപ്പിച്ച് സോഷ്യൽ മീഡിയ. അതിനുശേഷം സോഷ്യൽ മീഡിയ ഇക്കാര്യത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. ഈ സെയിം സാധനങ്ങൾ അതിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തിയത് റിയാസിന്റെ ഒരു പൂർവ്വകാല ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ. ഇങ്ങനെയുള്ള റിയാസ് നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഏറ്റവും വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആ റിയാസ് മന്ത്രിയാവും. എങ്ങനെ മന്ത്രിയായി എന്നറിയാലോ. രണ്ടാം പിണറായി മന്ത്രിസഭയില് ജയിച്ചു വന്ന MLA-മാരിൽ ഒരുപാട് മികവും പരിചയവും പാർട്ടി കൂറും ഒക്കെയുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി നിർത്തി ആദ്യമായി ജയിച്ചു വന്ന മരുവാനെ പിടിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അല്ലെ, പൊതുമരാമത്തും ടൂറിസവും കൊടുക്കുന്നു. അത് വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം റിയാസിന്റെ കോഴിക്കോട് കേന്ദ്രമാക്കി കോഴിക്കോട് പാർട്ടിയെ ഒരു അധോലോക സംഘമാക്കി മാറ്റി. കോഴിക്കോട്ടുകാർക്കറിയാം കോഴിക്കോട്ട് CPM എന്ന് പറഞ്ഞാൽ അധോലോക രാജാക്കന്മാരുടെ ഒരു കൂട്ടാരമാണ് കോഴിക്കോട്ടെ CPM. അല്ലാതെ കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും ഒന്നും പാർട്ടി അല്ലാതെ. അതൊക്കെ മാറിപ്പോയി, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നല്ല. അപ്പൊ ഇത്രയുമൊക്കെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ഇനി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് 4 മണിക്കൂറായി ഇപ്പോഴ് 4 മണിക്കൂറായി PA മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പേജാണ്. അതില് റിയാസിന്റെ ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: പൗരത്വവും ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രത അനിവാര്യമാണ്. മൂപ്പരിവിടെ ആകെ എന്താ പറയാ നാറ്റക്കേസിൽ കുടുങ്ങി കിടക്കുകയാണ്. നാളെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ എന്താ പറയാ പൊതുസമ്മേളനം വെച്ചിട്ടുണ്ട്. ഇവനെ വെളുപ്പിക്കൽ സമ്മേളനം എന്നാണ് സഖാക്കൾ തന്നെ പറയുന്നത്. അതായത് നല്ല സഖാക്കൾ പറയുന്നത് നാളെ നടക്കാനിരിക്കുന്നത് വിശദീകരണ യോഗമൊന്നുമില്ല, വെളുപ്പിക്കൽ. ആരെ വെളുപ്പിക്കാൻ? റിയാസിനെ വെളുപ്പിക്കാൻ, റിയാസിന്റെ സുഹൃത്തുക്കളായ ഈ കോടീശ്വരന്മാരെ വെളുപ്പിക്കാൻ, റിയാസിന്റെ ഭാര്യയായ പിണറായി വിജയന്റെ മകളായ വീണയെ വെളുപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് CPM-ലെ അപ്പം ഗോവിന്ദനും കൂട്ടരും നടത്തുന്ന ഒരു വെളുപ്പിക്കൽ സമ്മേളനമാണ്. മുതലക്കുളം മൈതാനം അറിയാലോ. മുതലക്കുളം മൈതാനം എന്ന് പറയുന്നത് ഒരു വെളുപ്പിക്കൽ മൈതാനമാണ്. അത് ഈ അലക്കുകാർ അതെ, കോഴിക്കോടിന്റെ പൂർവ്വകാല ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. ഇപ്പോഴും അലക്കുകാര് അവിടെ അലക്കുന്നതും അലക്കി വെളുപ്പിക്കുന്നതുമായ ഒരു മൈതാനമാണത്. അതായത് വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിച്ച് തോരാനിടുന്ന ആ ഒരു കാഴ്ചയാണ് ഈ ഇത്തരം രാഷ്ട്രീയ സമ്മേളനങ്ങൾ അല്ലാത്ത സമയത്തൊക്കെ മുതലക്കുളം മൈതാനിയിൽ കാണുക. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്നത് അലക്ക് തൊഴിലാളികൾ, ഇന്നോളമുള്ള അലക്ക് തൊഴിലാളികൾ അലക്കി വെളുപ്പിച്ചതിനേക്കാൾ അങ്ങേ പുറത്തേക്ക് ഒരു മഹാ അലക്ക് യജ്ഞം അല്ലെ, വെളുപ്പിക്കൽ യജ്ഞം, അതാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിന്റെ തലേന്ന് ഇവനിട്ട പോസ്റ്റ് പൗരത്വവും ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രത വേണമെന്ന്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഈ പോസ്റ്റ് അല്ല എന്റെ വിഷയം. ആ പോസ്റ്റ് ഇതാണ്: ജനന മരണ രജിസ്ട്രേഷൻ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ആധാർ, വോട്ടർ പട്ടിക, റേഷൻ കാർഡ്, വിദ്യാഭ്യാസ പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കം അതീവ ഗൗരവമുള്ളതാണ്. ജനന സർട്ടിഫിക്കറ്റ് ഭാവിയിൽ പൗരന്റെ അവകാശങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാന രേഖയായി മാറുന്ന സാഹചര്യം സാധാരണക്കാരെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും ഗുരുതരമായി ബാധിക്കത്രേ. അതായത് ജനന സർട്ടിഫിക്കറ്റും ഈ ആധാർ, വോട്ടർ പട്ടിക, റേഷൻ കാർഡ്, വിദ്യാഭ്യാസ പ്രവേശനം ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്തോ വലിയ അപകടമാണ് എന്നാണ് പറയുന്നത്. പോട്ടെ, അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഇപ്പോഴ് അതായത് 4 മണിക്കൂറിന് ശേഷം ഈ റിയാസ് തന്നെ പോസ്റ്റ് ചെയ്ത എന്താ പറയാ, ഇവൻ ഏറ്റവും വലിയ ജനപ്രിയ നേതാവാണെന്നൊക്കെയല്ലേ പറയുന്നത്. ജനപ്രിയ നേതാവാണത്രേ. കാരണഭൂതം കഴിഞ്ഞാലുമല്ല, കാരണഭൂതത്തിന്റെ മേലെ നിൽക്കുന്ന, എല്ലാറ്റിനും മേലെ നിൽക്കുന്ന, അപ്പം ഗോവിന്ദനും മേലെ നിൽക്കുന്ന, അല്ലെങ്കിൽ MA ബേബിക്കും മേലെ നിൽക്കുന്ന ജനപ്രിയ നേതാവാണത്രേ മുഹമ്മദ് റിയാസ്. ഈ റിയാസ് 4 മണിക്കൂറായിട്ട് ഇത് 166 പേരുടെ കമന്റ് ഉണ്ട്. 30 ആൾക്കാർ മാത്രമേ ഇത് ഫോർവേഡ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വലിയ രസം, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന 166 കമന്റുകളിൽ ഒരു കമന്റ് പോലും റിയാസിന് അനുകൂലമായിട്ടില്ല.
ഒരു കമന്റ് പോലും റിയാസിന് അനുകൂലമായിട്ട് സഖാവ് പറഞ്ഞതാണ് ശരി, സഖാവാണ് ഞങ്ങളുടെ പ്രിയങ്കരൻ, സഖാവെ ഇങ്ങനെ പോസ്റ്റ് ഇടണം, ഇത് ഏറ്റവും വലിയ തണ്ടിത്തരമാണ് കേന്ദ്ര സർക്കാരിന്റെ, താങ്കൾ നയിച്ചോളൂ, ഞങ്ങൾ പിന്നാലെയുണ്ടെന്ന് ഒരാൾ പോലും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും വെറുക്കപ്പെട്ടവനാണ് റിയാസ് എന്ന് ഈ പോസ്റ്റ് നിങ്ങൾ നോക്കിക്കോ റിയാസിന്റെ പോസ്റ്റ് എടുത്ത് നോക്ക്. അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ മുഴുവൻ ഇയാൾക്കെതിരെയുള്ള തെറിയാണ്. ഇവിടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് CPM കാരല്ലേ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് CPM കാരാണ്, സഖാക്കളാണ്, അല്ലാതെ കോൺഗ്രസ്സുകാരോ BJP കാരോ ഒന്നുമല്ല. പക്ഷേ റിയാസിനെ തെരഞ്ഞു പിടിച്ച് റിയാസിനെതിരെ കോലാഹലം ഉണ്ടാക്കുന്നത്, റിയാസിനെ തള്ളി പറയുന്നത് ഇവിടുത്തെ നല്ല സഖാക്കളാണ്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ലേ, കാരണം എല്ലാ കമന്റുകളും റിയാസിനെതിരാണ്. ആദ്യത്തെ ഒരു കമന്റ് ആണ്, ഇതൊന്നും ചെയ്യാനല്ലെങ്കിൽ പിന്നെ സർക്കാരിന് പണം പുഴുങ്ങാനാണോ ഇരിക്കുന്നേ? നീ ഇന്ത്യക്കാരനാണെങ്കിൽ പിന്നെ എന്തിനാ ഡേഷേ പേടിക്കുന്നേ? ഒരു അസഭ്യ പ്രയോഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഡേഷേ എന്ന് പറഞ്ഞത്. നീ ഇന്ത്യക്കാരനാണെങ്കിൽ പിന്നെ എന്തിനാടോ ഡേഷേ പേടിക്കുന്നത്? പിന്നെ നീ എഴുതി വെച്ചേക്കുന്ന മണ്ടത്തരങ്ങൾ ജനങ്ങളൊക്കെ വിശ്വസിക്കണോ എന്നാണ് ഒരു വ്യക്തി കമന്റ് ചെയ്തത്. അതിന്റെ അടിയിൽ മറ്റൊരാൾ, ഒരു ഫോൺ നമ്പറിൽ നിന്നും പൗരന്റെ സകല രേഖകളും ലഭിക്കാനുള്ള സാങ്കേതിക വിദ്യയിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. വികസിത രാജ്യങ്ങൾ മുഴുവനും പൗരന്മാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തിനധികം, ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക രാജ്യമായ അമേരിക്കക്ക് സ്വന്തം ബയോമെട്രിക് വിവരങ്ങൾ നൽകിയിട്ടാണ് താങ്കളും മുൻ മുഖ്യൻ ശ്രീ പിണറായി വിജയനും US വിസ എടുത്തിട്ടുള്ളത് എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. അടുത്താള്, പൗരത്വം കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. അതോടൊപ്പം അത് കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. അങ്ങനെ തുടങ്ങിയിട്ടേ സാമാന്യം ദീർഘമായ ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നത് എന്താണ്? ആരും കാണേണ്ട ആവശ്യമില്ല, രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഏത് സർക്കാർ ഭരിച്ചാലും അവരുടെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് റിയാസിനെ ആക്ഷേപിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെയും അച്ഛന്റെയും ഭരണത്തിൽ വീണ കട്ട പൈസയേക്കാൾ വലുതാണോ ഇത് എന്നാ ചോദിക്കുന്നത്. വീണയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. ചുമ്മാ പേടിപ്പിക്കാതെ ജനങ്ങൾക്ക് നേരം വെളിച്ചായിരിക്കുന്നു, പുതിയ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരൂ എന്നാണ് മറ്റൊരാൾ പറയുന്നത്. എടാ മൊയന്തേ, എന്തിനാണ് രാവിലെ തന്നെ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിന്റെ പെണ്ണിന്റെ മാസപ്പടി കേസിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനാണോ? അതാണ് പ്രധാനം. അതാണ് മറ്റൊന്ന്, ഒരു രാജ്യത്ത് എന്ത് കാര്യം നടപ്പാക്കിയാലും അതിനെ ആദ്യം എതിർക്കുക എന്ന നയം നന്നല്ല. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഏകീകൃതമായ എല്ലാ വകുപ്പുകൾക്കും ബാധകമായ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവണം. 18 വയസ്സാവുമ്പോൾ മുതൽ വേറിട്ടും 18 വയസ്സ് വരെ പിതാവിന്റെ ID പരിധിയിലും ആവണം. ഇത് മിക്ക രാജ്യങ്ങളിലും ഉള്ളതാണ്, എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. വേറൊരാൾ പറയുന്നു, ഒന്ന് പോടാ ഊള കമ്മി, എന്ത് പറഞ്ഞാലും എതിരാണ് അസൽ കമ്മി. എന്നിട്ടും അമേരിക്കയിൽ പോയി ചികിത്സയും ദുബായിൽ അക്കൗണ്ട്, പിന്നെ കള്ളപ്പണം, നീ എല്ലാം കള്ളന്മാരാണ്. ഉളുപ്പുണ്ടോ റിയാസെ? സ്വന്തം വാളിൽ അല്ലേ ഇത്, സ്വന്തം വാളിൽ സ്വന്തം പോസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെ കേട്ട് ഒരാൾ പോലും ഇല്ലടോ നിന്റെ ഈ പോസ്റ്റിനെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. മറ്റൊരാൾ പറയുന്നു, ഇവന്മാർ എതിർത്തു അപ്പോ നാടിന് നല്ല കാര്യമാവും. അത്രേ ഉള്ളൂ. ഇവന്മാർ എന്തിനൊക്കെ എതിർക്കുന്നോ അതൊക്കെ നാടിന് നല്ല കാര്യമാണ്. മറ്റൊരാൾ ചോദിക്കുന്നു, അതെന്താ നാട്ടിൽ എല്ലാവരും ഒളിച്ചു താമസിക്കുന്ന ആളുകളാണോ? പൗരന്മാരുടെ ശക്തമായ ഡാറ്റാബേസ് ആണ്, എല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കുന്നതാണിത്. യഥാർത്ഥ അവകാശികൾക്ക് രാജ്യത്തിന്റെ സമ്പത്തും അവകാശങ്ങളും കൃത്യമായി എത്തിക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പുകൾ സുതാര്യമാകും, കള്ളന്മാർ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ കള്ളൻ, ഇപ്പൊ നേരത്തെ അറിയാലോ കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് സഖാക്കളാകെ വിചാരിക്കുകയാണ് ഇത് മറ്റേ അമ്മായിസനാണെന്ന്. ഒരു സത്യസന്ധനായ ഒരു നാടക കലാകാരൻ, അയാളെ ആ നാട്ടുകാർ വിളിക്കുന്നത് കള്ളൻ വിജയൻ എന്നാണ്. ആ കള്ളൻ വിജയനെ കുറിച്ച് ദേശാഭിമാനിയിൽ ഒരു ആർട്ടിക്കിൾ വന്നപ്പോ അതെടുത്ത് കണ്ട് മുക്കിക്കളഞ്ഞു, അത് അവിടെ പ്ലേസ് ചെയ്ത, അല്ലെങ്കിൽ അത് പത്രത്തിൽ അച്ചടിക്കാൻ വേണ്ടി കൊടുത്ത അതിന്റെ എഡിറ്ററെ തെറിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളുള്ളൂ, അത് ആരാണ്? കാരണഭൂതാണെന്ന്. നമുക്കൊന്നും ആ വിശ്വാസം കേട്ടോ. കള്ളൻ വിജയൻ എന്നൊന്നും നമ്മൾ വിളിക്കുന്നില്ല. വിളിക്കുന്നത് ആര്? ഇവർ തന്നെയാണ്. ഇവരുടെ വിശ്വാസം അതാണ്.